ചൂട് കാലം തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചാനലിൽ കമൻ്റ് ആയിട്ട് സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ സമയത്ത് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സൺസ്ക്രീനാണ് വാങ്ങേണ്ടത്. ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും ഇതിൻ്റെ അകത്ത് ചില ടേംസ് നിങ്ങൾ കണ്ടു കാണും. SPF വാല്യൂ 30, അതുപോലെ തന്നെ 50, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും. PA++ എന്ന് എഴുതിയിരിക്കും, UVA എന്ന് കാണും, UVB എന്ന് കാണും. അപ്പോൾ ഇത് എന്താണ്, ഇതിലേത് സ്കിന്ന് ടൈപ്പിനനുസരിച്ച് ഏതാണ് നമ്മൾ വാങ്ങേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചെറിയ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതായത് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഏത് സൺസ്ക്രീൻ വാങ്ങണമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന സൺസ്ക്രീനെ പ്രധാനമായിട്ട് 3 ടൈപ്പിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് ഫിസിക്കൽ എന്ന് പറയുന്നുണ്ട്, കെമിക്കൽ എന്ന് പറയുന്നുണ്ട്, ടിൻറ്റഡ് എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയിലി ടൈപ്പ് ആയിരിക്കും, ജെൽ ബേസ്ഡ് ആയിരിക്കും, ഇത് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ആവത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് നമുക്കിത് ഓയിലി സ്കിൻ അല്ലാത്ത ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ കെമിക്കൽ എന്ന് എഴുതിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ പറയുന്ന സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിലും ഇന്നർ ലെയറിലേക്കും പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങിക്കൊണ്ട് തന്നെ ഇതിന് നമ്മുടെ ശരീരത്തിൻ്റെ, അതായത് ആ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ അകത്ത് ബേൺസും ഏജിങ്ങും സംഭവിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലായിരിക്കും ഇത് കൂടുതലായിട്ടും നമുക്ക് ഓയിലി സ്കിൻ ബേസ് ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഫിസിക്കൽ എന്നുള്ള ടൈപ്പ് ആയിരിക്കും വാങ്ങിക്കുന്നത്. എന്നാൽ നോർമൽ സ്കിൻ ആകുമ്പോൾ ടിൻറ്റഡ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ളത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ സ്കിൻ ടൈപ്പുകളിലേക്ക് വരാം. അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഓയിലി സ്കിൻ ഉണ്ടായിരിക്കും, ഡ്രൈ സ്കിൻ ഉണ്ടായിരിക്കും, എന്നാൽ നോർമൽ സ്കിന്നും നമുക്കുണ്ടായിരിക്കും. അതായത് നോർമൽ ടോണിലുള്ള സ്കിന്നും, ഓവറായിട്ട് ഡ്രൈയും അല്ല എന്നാൽ ഓവറായിട്ട് ഓയിലിയും അല്ലാത്ത സ്കിന്നും വരും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓയിലി സ്കിൻ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കെമിക്കൽ ബേസ് ആയിട്ടുള്ള ഇതായിരിക്കണം നമ്മൾ വാങ്ങാനുള്ള. കാരണം നമ്മുടെ ഫേസിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ജലാംശം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഓയിൽ അഡീഷണൽ ആയിട്ട് വരികയോ ചെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ കെമിക്കൽ ബേസ് ആയിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഓയിൽ വരാതിരിക്കുകയും മുഖക്കുരു ഉണ്ടാവാനും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതെ തന്നെ നമ്മുടെ സ്കിന്നിനെ കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു കെമിക്കൽ ബേസ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ലെയറുകൾക്കും പുറമേയും അകത്തുമുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ് വാങ്ങാനുള്ള സൺസ്ക്രീൻ വാങ്ങുക. അങ്ങനെ വാങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഓയിൽ ബേസോ ജെൽ ബേസോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആവാനും ഡ്രൈനെസ് നല്ല രീതിയിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് എപ്പോഴും ഒരു വെറ്റായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഈ മുരി പോലൊക്കെ സ്കിന്നിൽ വരുന്നത് ഒഴിവാക്കാനും ഒക്കെ ഈ പറയുന്ന രീതിയിലുള്ള സൺസ്ക്രീന് സഹായിക്കും. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ചില ടേംസ് എന്ന് പറയാം. സാധാരണ ഇപ്പോൾ SPF എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ SPF വാല്യൂ നമ്മുടെ നാട്ടിൽ, അതായത് ഇപ്പോൾ ഒരു കേരളത്തിൽ ഉള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊരു 30ഓ 50ഓ മതി. എന്നാൽ UV ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള തണുത്ത ഏരിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 15 ഉള്ളത് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇപ്പോഴത്തെ ഒരു 30 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് SPF വാല്യൂ 30+ ഉള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന ആളാണെങ്കിൽ 30+ മതി. എന്നാൽ നല്ല രീതിയിൽ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബൈക്കിൽ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് പോകുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് SPF വാല്യൂ 50+ ആയിട്ടുള്ളതാണ് എടുക്കാനുള്ളത്. അപ്പോൾ ചിലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ UVA എന്ന് എഴുതിയിട്ടുണ്ട്, UVB എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് വാങ്ങണം എന്നുള്ളതാണ്. UVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏജിങ് ആണ്. അതായത് സ്കിന്നിനുണ്ടാവുന്ന ഒരു ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കറുപ്പ് നിറവും മറ്റു കാര്യങ്ങളും ഒക്കെ വരാതിരിക്കാനും നമ്മുടെ ഈ പറയുന്ന കരിവാളിപ്പുണ്ടാകുന്നതൊക്കെ മാറുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ UVA എന്ന് എഴുതുന്നത്. അപ്പോൾ അത് ഏജിങ് ആണ്. ഇനി UVB എന്ന് പറയുന്നത് ബേൺസ് ആണ്. അതായത് നമ്മളിപ്പോൾ പുറത്ത് പോയി ഒരുപാട് സമയം നമ്മൾ ജോലി ചെയ്യുന്ന ആളാവുമ്പോൾ നമ്മുടെ ഫേസിലും മറ്റും ബേൺസ്, അതായത് പൊള്ളൽ പോലെ ഏൽക്കാനുള്ള
ഈ ചില സമയത്ത് ടി വിയിൽ പറയത്തില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അത്തരത്തിൽ അത്രയും വെയിലത്ത് ഇറങ്ങി നിന്ന് ജോലി ചെയ്യുന്നവരാകുമ്പോൾ UVB എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളത് വേണം നമ്മൾ വാങ്ങാനുള്ളത്. അതുപോലെ തന്നെ PA++ എന്ന് കാണും. അതായത് ഇതിൻ്റെ അകത്ത് വരുന്ന സിങ്ക് മുതലായിട്ടുള്ള കെമിക്കൽസിൻ്റെ അളവിനനുസരിച്ചാണ് ഈ പ്ലസ് പോകുന്നത്. അപ്പോൾ ഒരു PA+1 or 2 അതിൻ്റെ ഒരു ആവശ്യം മാത്രമേ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ കെയർ എങ്ങനെയാണ്. പലരും വിചാരിക്കുന്നത് ഇതെടുത്ത് നമ്മുടെ ഫേസിലിട്ടിട്ട് പൗഡറും കൂടി ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്രീമാണെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു തെറ്റാണ്. പ്രധാനമായിട്ട് ഇതിൻ്റെ യൂസിൽ മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോൾ സാധാരണ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനൊരു 10 മിനിറ്റ് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊരു തുണി വെച്ച് തുടച്ചതിന് ശേഷം ചെറിയ അളവിൽ ഇതെടുക്കുക. നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങൾ ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വേണമെങ്കിലും മുഖത്ത് വേണമെങ്കിലും കഴുത്തിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് ഈ പറയുന്ന സൺസ്ക്രീന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എവിടൊക്കെയാണോ നമ്മുടെ ശരീരത്തിൽ വെയിലേൽക്കാൻ സാധ്യതയുള്ളത് ആ ഭാഗത്തൊക്കെ നമുക്കിത് പുരട്ടാനായിട്ട് പറ്റും. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും കവർ ചെയ്യുന്നുള്ള രീതിയിൽ ഇത് പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കിത് ഒന്നുകിൽ നമ്മളൊരു കുട പിടിക്കും, ഇല്ലെങ്കിൽ നമ്മളൊരു സ്കൂട്ടറിലോ വണ്ടിയിലോ ഒക്കെയാണ് പോകുന്നത്, ഒരു ഹെൽമെറ്റ് നമ്മൾ വെച്ചിട്ടായിരിക്കും പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയാൽ നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയേണ്ടത് ആവശ്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് പൊടിയും മറ്റുമൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ ഓഫീസിലെത്തി ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴോ നമ്മളിത് വാഷ് ചെയ്ത് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ അതായത് വീണ്ടും വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള എന്താ, വൈകുന്നേരത്തേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ വീണ്ടും ഇത് റീഅപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും പുറത്ത് പോകുമ്പോൾ റീഅപ്ലൈ ചെയ്യുക എന്നൊരു കാര്യമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കാനുള്ളത്. അതായത് കൃത്യമായിട്ട് നമ്മൾ വാഷ് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള, അതായത് മുഖക്കുരുവും മറ്റും വരാനുള്ള സാധ്യത ഇത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഏതെങ്കിലും ഒരു സൺസ്ക്രീന് വാങ്ങാനുള്ളത്. സാധാരണ പലരും ചോദിക്കും ഏത് കമ്പനിയുടേത് വാങ്ങണമെന്ന്. ഞാൻ പൊതുവേ ഒരാൾക്ക് ഒരു കമ്പനിയും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ല കമ്പനിയുടെ, ഇപ്പോൾ മമ്മായർത്ത് പോലുള്ള കമ്പനികൾക്ക്, ഹിമാലയ ഫാർമസിക്ക്, അതുപോലെ തന്നെ ലാക്മേ മുതലായിട്ടുള്ള ഒട്ടനവധി കമ്പനികൾക്ക്, VLCC, അങ്ങനെ ഒരുപാട് കമ്പനികൾക്കുണ്ട്. ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഓഫർ നോക്കി മേടിക്കരുത്. അതായത് ഒരെണ്ണം വാങ്ങിയാൽ ഒരെണ്ണം ഫ്രീ. നമുക്ക് സത്യത്തിൽ 1 മാസം അല്ലെ 2 മാസത്തെ ചൂടുകാലത്ത് ഉപയോഗിക്കാനായിട്ട് 2-3 എണ്ണം ഓഫർ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ എക്സ്പയറി തിരിച്ച് നോക്കുക, എത്രത്തോളം സമയമുണ്ട്. അതുപോലെ തന്നെ ഒരു സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് വീണ്ടും കുറേ നാൾ പഴകിയതിന് ശേഷം ഉപയോഗിക്കുന്നേക്കാളും എപ്പോഴും പുതിയത് ഓരോന്നായിട്ടുള്ള ചെറിയ പാക്കറ്റിൽ കിട്ടുന്നത് വാങ്ങി ഉപയോഗിക്കുക, വീണ്ടും പുതിയത് വാങ്ങി ഉപയോഗിക്കുക. അല്ലാതെ ഫ്രീ നോക്കിയിട്ട് വലിയ പാക്കറ്റ് നോക്കി ഫ്രീ കണ്ട് 2-3 എണ്ണം വാങ്ങി വീട്ടിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ശരിയായ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേർക്കുള്ളൊരു സംശയം ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ടോ താഴെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.